ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? The sum of the consecutive natural numbers from 1 up to which number is 300? 1 മുതലുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ കുറെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 300 കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര നാച്ചുറൽ നമ്പേഴ്സ് കൂട്ടിയപ്പോഴാണ് 300 കിട്ടിയിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് പോകുമ്പോൾ ആദ്യം സം ഓഫ് ദ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ആ ഇക്വേഷൻ അറിയോ? Sn is equal to n into n plus 1 by 2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കേട്ടിട്ടുണ്ടോ? ആ ഇക്വേഷൻ ആണ് സം ഓഫ് ദി കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, അല്ലെ? നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണല്ലോ. ഇവിടെ നമുക്ക് പക്ഷേ Sn ഇവിടെ തന്നിട്ടുണ്ട്. അതായത് സം എത്ര കിട്ടി? നമുക്ക് 300 ആണ് കിട്ടിയത്. പക്ഷെ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോഴാണ് 300 കിട്ടിയതാണ് ചോദിച്ചിട്ടുള്ളത്. സോ യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് n, അല്ലെ? n എത്രയെന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോന്ന്, അതായത് ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ്. എങ്ങനെയാണ്? n into n plus 1 by 2 ഈക്വൽ ടു എത്രയാണ്? 300 ആണ്. അത് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എത്രയാണ്? 300 ആണ്, അല്ലെ? ഇനി ഇവിടെ ഡിവൈഡഡ് ബൈ 2 ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ വരിക? into 2 ആയിട്ട് മാറും. സോ n into n plus 1 is equal to 300 into 2 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇനി n into n plus 1, n into n n സ്ക്വയർ ആണ്, പ്ലസ് n into 1 n ആണ്, ഈക്വൽ ടു 600. 300 into 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 600 ആണ്, അല്ലെ? ഇനി നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചു. എന്താണ്? ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്ന ഇക്വേഷന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ. എന്താണ്? x is equal to minus b plus or minus, അല്ലെ? ആ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു 0 ആവണം. ഇവിടെ ഈക്വൽ ടു 0 ആണോ? അല്ല. ഇവിടെ എന്താണ്? ഈക്വൽ ടു 600 ആണ്. അപ്പൊ ഈ 600 അവിടുന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം. എന്താ വരിക? ഇവിടെയുള്ള പ്ലസ് 600 അവിടെ ഇങ്ങോട്ട് വരുമ്പോ n സ്ക്വയർ പ്ലസ് n മൈനസ് 600 ഈക്വൽ ടു 0 എന്ന രൂപത്തിലേക്ക് മാറും. മാറൂലേ? ഇപ്പൊ നമ്മളുടെ ആ ഫോർമാറ്റിലേക്ക് എത്തി. ഏതായിരുന്നു നമ്മളുടെ ഫോർമാറ്റ്? ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് എത്തി. എത്തിയില്ലേ? ഇനി ഓരോന്നായിട്ട് പറയും. എന്താണ് എ, എന്താണ് ബി, എന്താണ് സി? നോക്കുക. എ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയറിന്റെ കൂടെ ഉള്ള നമ്പർ ആണ് എ. ഇവിടെ എക്സ് സ്ക്വയർ ആണോ? അല്ല. ഇവിടെ എൻ സ്ക്വയർ ആണ്. എൻ സ്ക്വയറിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ആരുമില്ലെങ്കിൽ അവിടെ ആരുണ്ടാവും? 1 ഉണ്ടാവും. സോ എ ഈസ് ഈക്വൽ ടു 1 ആണ്. ഇനി ബി നോക്കുക. ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെയുള്ള നമ്പർ ആണ് ബി. ഇവിടെ ബിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? അല്ല. എക്സിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? സോറി, എന്നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആരുമില്ലെങ്കിൽ അവിടെ ആരുണ്ടാവും? 1 ഉണ്ടാവും. സോ ബി ഈസ് ഈക്വൽ ടു 1. ഇനി സി ഈസ് ഈക്വൽ ടു എന്താണ്? സിന്റെ സ്ഥാനത്ത് ഇവിടെ കറക്റ്റ് ആയിട്ട് ഒരാൾ കിടക്കുന്നുണ്ട്. ആരാ? -600, അല്ലെ? -600. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ഇക്വേഷൻ ഏതാണ്? നമ്മുടെ ഇക്വേഷൻ മക്കളെ നോക്കുക. x is equal to -b plus or minus root of b square minus 4ac by 2a, അല്ലെ? നോക്കുക. -b എന്ന് പറഞ്ഞാൽ -1, b ന്റെ വാല്യൂ -1 ആണ്, അല്ലെ? അപ്പൊ -b എന്ന് പറഞ്ഞാൽ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി ന്റെ വാല്യൂ 1 ആയതുകൊണ്ട് 1 സ്ക്വയർ മൈനസ് 4ac എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 1 ആണ്, സി എന്ന് പറയുന്നത് -600 ആണ്, അല്ലെ? ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 ആണ്. ഓക്കെ. ഇനി ആ റൂട്ടിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് തീരുമാനാക്കട്ടോ. ബാക്കിയുള്ളവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വയ്ക്കാം. ആരൊക്കെ? -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്. ഇനി നോക്കുക. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി 4 ഇൻറ്റു 1 4. ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. രണ്ട് മൈനസുകൾ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താവും? പ്ലസ് ആവും. ഇനി 4 ഇൻറ്റു 600 നിങ്ങൾക്ക് അറിയേണ്ടതാണ്. എത്രയാണ്? 2400 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 എത്രയാ മക്കളെ? 2 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 പ്ലസ് 2400 എന്ന് പറഞ്ഞാൽ 2401, അല്ലെ? 2401/2 ആണല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ്. ഇനി നോക്കാം മക്കളെ. 2401ന്റെ റൂട്ട് അതെത്രയാണ്? 49 ആണ്. 49 ആണ് ബൈ 2. ഞാൻ 49 എങ്ങനെ വന്ന്? അല്ലെ മക്കളെ? നോക്കുക. 50ന്റെ സ്ക്വയർ എത്രയാ? 50ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2500 അല്ലേ? അല്ലെ? 2500 തൊട്ട് താഴെ അല്ലേ ഈ 2401 എന്ന് പറയണത്, അല്ലെ? ഇനി ശ്രദ്ധിക്കാട്ടോ. 1ന്റെയും 9ന്റെയും 1ഉം 9ഉം അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയറുകൾ അവസാനിക്കുക എന്തിലാണ്? 1ലാണ്. ഫോർ എക്സാമ്പിൾ ഒന്ന് ആലോചിക്കുക. 1ന്റെ സ്ക്വയർ 1 ആണ്,
9ന്റെ സ്ക്വയർ എത്രയാണ്? 81. 11ന്റെ സ്ക്വയർ 121. അല്ലെ? 19ന്റെ സ്ക്വയർ 361. 21ന്റെ സ്ക്വയർ 441. അങ്ങനെ 1ലും 9ലും അവസാനിക്കുന്ന എല്ലാ സംഖ്യകളുടെയും സ്ക്വയറുകൾ അവസാനിക്കുക എന്തിനാ? 1ലാണ്. ഓക്കെ, അപ്പൊ ഒന്നുമില്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കണം. ഒന്നുമില്ലെങ്കിൽ 51ന്റെ സ്ക്വയർ ആവാം, അല്ലെങ്കിൽ 49ന്റെ സ്ക്വയർ ആവാം. എന്നാലല്ലേ 1ൽ അവസാനിക്കുള്ളൂ. ഇത് 2500-നെക്കാട്ടിലും കൂടിയാലല്ലേ 51 ആവുള്ളൂ. 2500-നെക്കാട്ടിലും കുറവല്ലേ? അപ്പൊ 49ന്റെ സ്ക്വയർ ആണ് എന്ത് വരിക? 2401 എന്ന് പറയുന്നത് വരിക. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ 49 ആണ് ഇവിടെ കിട്ടുക. ഇനി നമുക്ക് നോക്കാം, രണ്ട് ആൻസേഴ്സ് ഉണ്ട് ഇവിടെ. ഒന്ന് -1 പ്ലസ് 49/2. ഓക്കെ, ആദ്യം ഇവിടെ നടുവിൽ ആരൊക്കെ പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട് അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ പ്ലസ് ആയിട്ട് എടുത്തു. ഇനി ഓർ രണ്ടാമത് -1 -49/2. ഓക്കെ ആണല്ലോ. അപ്പൊ രണ്ട് ആൻസേഴ്സ് ആയി. അതില്ലേ നോക്കുക, -1 + 49 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 ആണ്. 48/2. 48/2 എത്രയാണ്? 24 ആണ് അല്ലെ? സോ n is equal to 24. ഇനി ഇവിടെ രണ്ടാമത്തെ നോക്കുക, -1 - 49 -50 ആണ്. -50/2 എന്ന് പറയുന്നത് എത്രയാണ്? -25 ആണ് അല്ലെ? സോ നമുക്ക് രണ്ട് ആൻസേഴ്സ് കിട്ടി. n is equal to 24ഉം n is equal to -25ഉം. ഇതിലും മൈനസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ 1 മുതലാണ് എണ്ണി തുടങ്ങുക അല്ലെ? 1, 2, 3, 4 പറഞ്ഞാൽ എണ്ണി പോവുക. അതിൽ മൈനസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? നെഗറ്റീവ് നമ്പേഴ്സ് വരുമോ? വരില്ല. സോ n is equal to 24 എന്ന് പറയുന്നതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പൊ ആ 1 മുതൽ 24 വരെയുള്ള എണ്ണൽ സംഖ്യകൾ കൂട്ടിയാലാണ് എത്ര കിട്ടുക? 300 എന്ന് പറയുന്ന സം കിട്ടുക. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ പോകെ എന്ത് ചെയ്യും? ഓരോ പ്രോബ്ലംസ് ആയിട്ട് ചെയ്ത് ഈ ഇക്വേഷനും ഇത് ചെയ്യുന്ന മെത്തേഡും നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ ഓക്കെ, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ ഈ എക്സസൈസിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ് വാട്ട് പോയിന്റ്സ് ഡസ് ദ ഗ്രാഫ് ഓഫ് ദ പോളിനോമിയൽ x² - 2x - 1 ക്രോസ് ദി x ആക്സിസ്? ഓക്കെ, അതായത് ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. ഏതാണ് ആ പോളിനോമിയൽ? x² - 2x - 1. അപ്പൊ x² - 2x - 1 എന്ന് പറയുന്നതാണ് പോളിനോമിയൽ. ഈ പോളിനോമിയൽ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ എക്സ് ആക്സിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പോളിനോമിയലിന് ഞാൻ എന്ത് കൊടുത്തു? ഈക്വൽ ടു y എന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എക്സ് ആക്സിസില് പോയിന്റിന്റെ പ്രത്യേകത എന്താ? എക്സ് ആക്സിസിലെ പോയിന്റിന്റെ പ്രത്യേകത എന്താ? എക്സ് അക്ഷത്തിലെ പോയിന്റിന്റെ y സൂചക സംഖ്യ 0 ആയിരിക്കും. അല്ലെങ്കിൽ എക്സ് ആക്സിസിലെ പോയിന്റിന്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഈ y എന്ന് പറയുന്നത് എന്ത് കൊടുക്കാം? നമുക്ക് 0 കൊടുത്തൂടെ? സോ നമുക്ക് x² - 2x - 1 ഈക്വൽ ടു 0 എന്ന് കൊടുത്തൂടെ? ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ഫോമിലേക്ക് എത്തിയിടോ. ഏതാണ് ആ ഫോം? പറയും. ax² + bx + c is equal to 0 എന്ന് പറയുന്ന ഫോമിലേക്ക് എത്തിയില്ലേ? ഇനി ഇതിൽ നോക്കിയിട്ട് നമുക്ക് എയും ബിയും സിയും കണ്ടുപിടിക്കാം. എ എന്താണ് വരിക നോക്കുക, ബി എന്താണ് വരിക നോക്കുക, സി എന്താ വരിക നോക്കുക. ഇവിടെ x² കൂടെ ആരുമില്ലെങ്കിൽ ആരുണ്ടാവും? 1 ഉണ്ടാവും. സോ a is equal to 1. ദെൻ എക്സിന്റെ കൂടെ ആരുണ്ട്? -2 ഉണ്ട്. സോ b is equal to -2. ദെൻ സി എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, അപ്പൊ എയും ബിയും സിയും നമുക്ക് ഇവിടെ കിട്ടിയല്ലോ. ദെൻ നമ്മുടെ ഇക്വേഷൻ ഏതാ? നമ്മുടെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ യൂസ് ചെയ്ത ഇക്വേഷൻ x is equal to പറയും -b ± √b² - 4ac/2a അല്ലെ? ഇതിൽ നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ -b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൈനസ് ഇവിടെ കിടക്കുന്നുണ്ട് അല്ലെ? ഇനി b എന്ന് പറയുന്നത് എന്താ? -2 ആണ്. അപ്പൊ ഒരു -2 വരും. അപ്പൊ ഈ മൈനസും വന്നു, ഈ മൈനസും വന്നു, രണ്ട് മൈനസ്. ഓക്കെ, ± √b² എന്ന് പറഞ്ഞാൽ -2² -4 × a 1 ആണ്, c -1 ആണ്. ഓക്കെ ആണല്ലോ. ഹോൾ ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞാൽ 2 × 1. ഓക്കെ, ദെൻ -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൈനസ് ഒപ്പം വന്നു കഴിഞ്ഞാൽ പ്ലസ് ആവും. സോ 2 മാത്രമായിട്ട് മാറി. ± √(-2²). എന്താ -2²? മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും ഒക്കെ സ്ക്വയർ എടുത്താൽ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ വരിക. അതുകൊണ്ട് 4 ആവും. -4 × 1 × -4 ഇവിടെ ഒരു -1, മൈനസും മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? പ്ലസ് ആവും. ആവൂലേ?
സോ 4 into 1 into 1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് 4 ആണ്. ഡിവൈഡഡ് ബൈ 2 into 1 2 ആണ്. 2 ആണ്. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ അടുത്ത ഭാഗത്ത് ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 8. 4 പ്ലസ് 4 എന്ന് പറയുന്നത് 8 ആണ്. 8/2 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ദെൻ 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, ഈ 8 ഒരു പ്രത്യേകത ഉണ്ട്. 8 നമുക്ക് 4 into 2 എന്ന് എഴുതി കൂടെ? 4 into 2 അല്ല 8, ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതി. ഓക്കെ, ഇനി 2 പ്ലസ് ഓർ മൈനസ് ഈ 4ന്റെ റൂട്ട് നമുക്കറിയാലോ. ഈ 4ന്റെ റൂട്ട് എത്രയാണ്? 2 ആണ്. അപ്പൊ ഈ 4 റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോ എന്താവും? 2 ആവും. ആവൂലേ? പിന്നെ റൂട്ടിന്റെ ഉള്ളിൽ ആരുണ്ട്? ഈ 2 അപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പൊ ഈ സാധനത്തിന് നമുക്ക് എന്ത് എഴുതാം? 2√2 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതി. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 2. ഇതിലും 2 ഉണ്ട്, ഇതിലും 2 ഉണ്ട് അല്ലെ? ഇവിടെ പ്ലസ് ഓർ മൈനസ് അല്ലേ കിടക്കണത്? ഇതിൽ രണ്ടിലും 2 കോമൺ ആയതുകൊണ്ട് ആ 2നെ ഞാനത് പുറത്തേക്ക് എടുത്തു. പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇവിടുന്ന് 2 പോന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരാ ഉണ്ടാവുക? 1 ആ ഉണ്ടാവുക. 1 പ്ലസ് ഓർ മൈനസ് ഇവിടുന്ന് 2 പോന്നു കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടാവും? √2 കിടക്കുന്നുണ്ടാവും. ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതി. ഓക്കെ, ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആര് കിടക്കുന്നുണ്ട്? നമ്മുടെ 2 കിടക്കുന്നുണ്ട്. അപ്പൊ ഈ 2നെയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാലോ. സോ ദെൻ അടുത്ത ലൈനിൽ നമുക്ക് എന്ത് എഴുതാം? 1 പ്ലസ് ഓർ മൈനസ് √2 എന്ന് എഴുതാം. ഓക്കെ, ഇത് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? 1 പ്ലസ് √2 എന്നും വരും അല്ലെ? എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് √2 എന്നും വരും. എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് √2 എന്നും വരൂലേ? സെൻട്രൽ നമുക്ക് ഓറും കൊടുത്തേക്കാം. ഇതാണ് എക്സിനോട് വരുന്ന വാല്യൂസ്. അപ്പൊ ആ കോർഡിനേറ്റ് എന്തൊക്കെയാ വരിക മക്കളെ? എക്സ് ആക്സിസിൽ വരുന്ന ഒരു പോയിന്റിന്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് ആക്സിസിൽ വരുന്ന ഒരു പോയിന്റിന്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. അതായത് ശ്രദ്ധിക്കുക, എന്താ പറയാ? എക്സ് ആക്സിസിലെ പോയിന്റിന്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് എക്സ് അക്ഷത്തിലെ y സൂചക സംഖ്യ 0 ആയിരിക്കും. അപ്പോ എങ്ങനെ വരിക? x0 എന്നാണ് അതിന്റെ സൂചക സംഖ്യ അല്ലെങ്കിൽ കോർഡിനേറ്റ് വരിക. അപ്പൊ നമ്മളുടെ ഈ രണ്ട് പോയിന്റ്സ് ഏതൊക്കെയാ നമ്മുടെ പോയിന്റ്സ് വരിക? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, എന്തൊക്കെ പോയിന്റ്സ് വരിക? എക്സില് 1 പ്ലസ് √2, 0. ഇതാണ് ഒന്നാമത്തത് അല്ലെ? രണ്ടാമത്തെ ഏതാ വരിക? 1 മൈനസ് √2, 0. ഇതാണ് രണ്ട് പോയിന്റ്സ് വരിക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.